ആമസോണിൽ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്ന ഏതൊരാളും ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഈ പ്രോഡക്റ്റിന്റെ സപ്ലൈ, ഇതിന്റെ സോഴ്സിങ്, ഈ കാര്യങ്ങൾ നന്നായി പഠിച്ച് അതിന്റെ ഒരു കൺസിസ്റ്റൻസി എപ്പോഴും ഉറപ്പാക്കുക. കാരണം നമ്മൾ ആമസോണിൽ ലിസ്റ്റ് ചെയ്തൊരു പ്രോഡക്റ്റ് കാണിക്കാൻ പോകുന്നത് ഏകദേശം ഒരു 300 മില്യൺ പ്ലസ് അല്ലെങ്കിൽ 500 മില്യൺ പ്ലസ് ആൾക്കാരുടെ മുമ്പിലേക്കാണ്. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഈ സാധനം കാണിക്കുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റിന് എന്തെങ്കിലും ഒരു യുണീക്നെസ് ആഡ് ആയി അത് ആൾക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉണ്ടാവാനുള്ള ഏറ്റവും വലിയ ചാലഞ്ച് ഈ സാധനം നമുക്ക് കിട്ടാതായി പോയാൽ ഉണ്ടാവുന്ന ഒരു ഗ്യാപ്പാണ്. അത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ഒരു സ്വഭാവം അനുസരിച്ച് ആ ഗ്യാപ്പ് തിരിച്ചു പിടിക്കണമെങ്കിൽ നമ്മൾ ഇട്ട എഫർട്ട് ശരിക്കും വീണ്ടും അത്ര തന്നെ ഇടേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരു ഡിഫറൻസിയേഷൻ, നമ്മുടെ കോമ്പറ്റീഷനായിട്ട് നമ്മുടെ പ്രോഡക്റ്റിന് എന്തൊക്കെയാണ് യുണീക്നെസ്, പ്രൈസിങ് ആവാം, ക്വാളിറ്റി ആവാം, ഡെലിവറി ടൈം ആവാം, എന്തും ആവാം, അത് നമ്മൾ കണ്ടെത്തി കോമ്പറ്റീഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആ യുണീക്നെസ് എന്നും കൊടുക്കാൻ പറ്റുക. മൂന്നാമതായി നോക്കേണ്ടത് എത്രത്തോളം നമുക്കിത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. കാരണം മാർക്കറ്റിംഗ് ഒരു 2018-19 ആണെങ്കിൽ നമുക്ക് അത്ര അധികം മാർക്കറ്റിംഗ് ആവശ്യമില്ല. കൊറോണന്റെ ശേഷം എല്ലാ ആളുകളും ഓൺലൈൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുകയും അതിലേക്ക് വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു എൻട്രി നടത്തി അത് ഫ്ലഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഫ്ലഡഡ് മാർക്കറ്റിൽ നിങ്ങൾ എപ്പോഴും ഒരു യുണീക്നെസ്, ഒരു മാർക്കറ്റിംഗ് ചെയ്ത് നിങ്ങൾ ആക്സസിബിലിറ്റി എത്തിക്കേണ്ടത്. പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ ആ രീതിയിലേക്ക് മാറിയ സ്ഥിതിക്ക് നിങ്ങളും നന്നായിട്ട് മാർക്കറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ലെവലിൽ തുടങ്ങുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക.